നമസ്കാരം. വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം. 19ാം ഭാഗത്തിലേക്ക് സ്വാഗതം. മലയാള സിനിമാ ചരിത്രത്തിൻ്റെ 1953 വരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ഓർമ്മിക്കുകയുണ്ടായി. ആ ചരിത്ര വഴികളിലൂടെ നമ്മൾ നടന്ന് നീങ്ങുകയുണ്ടായി. പിന്നീട് മലയാളത്തിലുണ്ടായ ഒരു മനോഹരമായ ചിത്രമുണ്ട്, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ദേശീയ അവാർഡ് നേടിയ മലയാള ചിത്രമുണ്ട്. ദേശീയ പുരസ്കാരം 2ാം സ്ഥാനം ലഭിച്ച ഒരു ചിത്രമുണ്ട്. അതിൻ്റെ പേരാണ് നീലക്കുയിൽ എന്നത്. നീലക്കുയിൽ എക്കാലത്തെയും മലയാള മണമുള്ള, ഗ്രാമ അന്തരീക്ഷമുള്ള മലയാളികളുടെ പ്രിയപ്പെട്ട ചിത്രമായി മാറി. ആ നീലക്കുയിൽ നിർമ്മിച്ചത് ടി.കെ. പരീക്കുട്ടി എന്ന ആളാണ്. അതെ, ഈ ടി.കെ. പരീക്കുട്ടി വേറെയും ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. നീലക്കുയിൽ മാത്രമല്ല, രാരിച്ചൻ എന്ന പൗരൻ, അതേപോലെ തന്നെ മുടിയനായ പുത്രൻ, മൂടുപടം, നാടോടികൾ, തച്ചോളി ഓതേനൻ, ആൽമരം, ഭാർഗവി നിലയം, കുഞ്ഞാലി മരക്കാർ തുടങ്ങിയവയൊക്കെ നിർമ്മിച്ച ആളാണ് ടി.കെ. പരീക്കുട്ടി. ഈ നീലക്കുയിലിൻ്റെ ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. 1954 നീലക്കുയിൽ മലയാളത്തിൽ പുറത്തിറങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മണ്ണിൻ്റെ മണമുള്ള ഒരു ചിത്രം പുറത്തിറങ്ങി എന്ന്. ദേശീയ തലത്തിൽ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള 2ാം സ്ഥാനം, അതായത് പ്രസിഡൻറ്റിൻ്റെ വെള്ളി മെഡൽ നേടിയ ചിത്രമാണ് നീലക്കുയിൽ. ഉറൂബിൻ്റേതായിരുന്നു തിരക്കഥ, ഛായാഗ്രഹണം, അഭിനയം, ഗാനങ്ങൾ, കലാസംവിധാനം തുടങ്ങി എല്ലാ ഘടകങ്ങളിലും മലയാള സിനിമയ്ക്ക് ഒരു മാറ്റം വരുത്തിയ സിനിമയായിരുന്നു നീലക്കുയിൽ. അതേപോലെ തന്നെ നമുക്ക് ഇക്കാലങ്ങളിലെ സംവിധായകരായ ജോഡികളെ അറിയാം. സിദ്ദിഖ് ലാൽ സംവിധായകരായ ജോഡികളായിരുന്നു. റാഫി മെക്കാട്ടിൻ തുടങ്ങിയവരെ അറിയാം. എന്നാൽ മലയാളത്തിലെ ആദ്യ സംവിധായക ജോഡി ഉണ്ടാവുന്നത് നീലക്കുയിലിലാണ്. നീലക്കുയിലിലെ സംവിധായകർ രാമു കാര്യാട്ടും പി. ഭാസ്കരനുമായിരുന്നു. ഭാസ്കരൻ മാഷ് തന്നെയാണ് ഇതിൽ ഗാനങ്ങളും എഴുതിയത്. അങ്ങനെ ആദ്യമായി ഒരു ജോഡി സംവിധായകർ നീലക്കുയിലിൽ മലയാള സിനിമയിൽ എത്തുന്നു എന്നതാണ്. എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഈ പാട്ടും, അതേപോലെ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലിക്കിയ സുന്ദരി എന്നുള്ള പാട്ടുമൊക്കെ ഇന്നും മലയാളികൾ മലയാള തനിമയോടെ തൻ്റെ ഗ്രാമ്യ ഭൂമികയിൽ അഭിരമിച്ചുകൊണ്ട് പാടി ആസ്വദിക്കാറുണ്ട്. വിൻസെൻ്റ് മാഷ് ഇതിനകം സംവിധായകനായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഛായാഗ്രാഹകനെന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയനായി കഴിഞ്ഞു. വിൻസെൻ്റ് മാഷിൻ്റെ ഛായാഗ്രഹണമായിരുന്നു ഇതിലുണ്ടായത്. അതേപോലെ കെ. രാഘവനാണ് ഇതിലെ ഗാനങ്ങൾ സംഗീതം ചെയ്തത്. നാടക സിനിമാ രംഗത്ത് ഒട്ടേറെ ആസ്വാദനക്കുറിപ്പുകളും എഴുതി നടക്കുന്ന ഒരു യുവാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് രാമു കാര്യാട്ട്. ആ വഴിയിലൂടെയാണ് അദ്ദേഹം ഇതിലെ സംവിധായകനാകുന്നത്. അദ്ദേഹത്തിൻ്റെ നിർബന്ധം മൂലമാണ് ഫിഷിംഗ് ബോട്ടും അതേപോലെ ചെമ്മീൻ വ്യാപാരവും ഒക്കെയായി നടന്ന ടി.കെ. പരീക്കുട്ടി ഇതിൻ്റെ നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങുന്നത്. പറഞ്ഞല്ലോ, പിന്നീടും ടി.കെ. പരീക്കുട്ടി നിർമ്മിച്ച ചിത്രങ്ങളുടെ പേര് നമ്മൾ വീണ്ടും ഓർക്കുകയുണ്ടായി. അതേപോലെ ഉറൂബിനെയും തോപ്പിൽവാസി എസ്.കെ. പൊറ്റക്കാടിനെയും ബഷീറിനെയും ഒക്കെ എഴുത്തുകാർ എന്ന നിലയിൽ സിനിമയിലേക്ക് എത്തിച്ചതിൽ മുഖ്യ പങ്ക് ടി.കെ. പരീക്കുട്ടിക്കുണ്ട്. മധു എന്ന നടനെ എത്തിച്ചതിൽ, അതേപോലെ തന്നെ 70mm സിനിമാ തിയേറ്റർ ആദ്യമായി കേരളത്തിൽ കൊണ്ടുവരുന്നത് ടി.കെ. പരീക്കുട്ടിയാണ്. കൊച്ചിയിലെ സൈന തിയേറ്റർ ആയിരുന്നു പിന്നീടത് കോക്കേഴ്സൊക്കെ ആയി മാറി. അത് ചരിത്രം. നീലക്കുയിലൂടെയാണ് മണവാളൻ ജോസഫ് സിനിമാ രംഗത്തെത്തുന്നത്. ഇതിൽ പി. ഭാസ്കരനും ഒരു ചെറിയ റോൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ശങ്കരൻ നായരായിട്ടാണ്, ഒരു പോസ്റ്റ്മാനായിട്ടാണ് നീലക്കുയിലിൽ പി. ഭാസ്കരൻ അഭിനയിച്ചത്. അതേപോലെ രാഘവൻ മാഷ് സംഗീത സംവിധായകനാകുന്നതും ഇതിലൂടെയാണെന്ന് പറഞ്ഞല്ലോ. കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ എങ്ങനെ നീ മറക്കും കുയിലേ ഇന്നും വളരെ ഹിറ്റായ ഗാനമാണ്. അതേപോലുള്ള ഒട്ടേറെ പുതുമകൾ നിറഞ്ഞത്, അല്ലെങ്കിൽ ചരിത്രത്തിൽ ഏറെ
സ്വീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നതായ സിനിമയായിരുന്നു നീലക്കുയിൽ. നീലക്കുയിൽ മലയാള സിനിമയിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ പര്യാപ്തമായി എന്ന് നമുക്ക് തിരിച്ചറിയാം, നമുക്ക് മനസ്സിലാക്കാനാവും. ചരിത്രം നീങ്ങട്ടെ. അപ്പോഴേക്കും നമ്മൾ തിരക്കഥയെക്കുറിച്ചും അത് മുന്നോട്ട് നീങ്ങുന്നതിനെക്കുറിച്ചും എങ്ങനെയാണ് അതിൽ ഇൻ്റർകട്ട്, എങ്ങനെയാണ് അതേപോലെ തന്നെ ഹാഫ് എ ഓപ്പണിങ്, അതേപോലെ മൊണ്ടാഷ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറയും. അതോടൊപ്പം തന്നെ മറ്റൊന്നുകൂടി നമ്മൾ പറഞ്ഞു, ചില തിരക്കഥകൾ എം ഡിയുടേതാവാം, നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന തിരക്കഥകളും മറ്റുമൊക്കെ നോക്കിക്കൊണ്ട് തന്നെ ആ രീതിയിൽ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാവുന്നു. പക്ഷെ അതിനു മുമ്പും ചില കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, നിങ്ങൾ സിനിമയിലെത്താൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, തിരക്കഥ നിങ്ങൾ എഴുതണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളും നിങ്ങൾ കാണുന്നത് നന്നായിരിക്കും. ഇപ്പോൾ തിരക്കഥയെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ തവണ ഇൻ്റർകട്ടിനെക്കുറിച്ചും ഹാഫ് ഓപ്പണിങ്ങിനെക്കുറിച്ചും ഒക്കെയാണല്ലോ നമ്മൾ പറഞ്ഞിരുന്നത്. അങ്ങനെ പറയുന്ന സമയത്ത് തിരക്കഥയെ സംബന്ധിച്ച് പറയുമ്പോൾ വേറെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നല്ല സ്ക്രിപ്റ്റ് എപ്പോഴും നല്ല സ്ക്രിപ്റ്റ് എഴുതുക എന്ന് എഴുതി വായിക്കാനുള്ളതല്ല, അത് ചിത്രീകരിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ സൗകര്യങ്ങൾക്കും പരിമിതികൾക്കും ബഡ്ജറ്റിനും കഴിവിനുമൊക്കെ അനുസൃതമായിട്ടുള്ളതായിരിക്കണം തിരക്കഥ എഴുതേണ്ടത്. അതാണ് അതിൻ്റെ പ്രായോഗിക കാര്യം. അതോടൊപ്പം തന്നെ ഏത് കലാസൃഷ്ടിയും വായിച്ച് കേൾക്കലല്ല, അനുഭവിപ്പിക്കലാണ്. ഇവിടെ ദൃശ്യം കൊണ്ട് അനുഭവിപ്പിക്കുക. ആ ദൃശ്യങ്ങളെയാണ് നമ്മൾ സീനുകളായിട്ടും ഷോട്ടുകളായിട്ടും ഡിവൈഡ് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എന്നൊരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് വരാറുണ്ട്. ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എഡിറ്റിംഗ് രീതികളെ കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് പലപ്പോഴും ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് തയ്യാറാക്കാറ്. ദൃശ്യവും സമയവും ഒക്കെ നമ്മളുടെ ബോധമണ്ഡലത്തിലുണ്ടായിരിക്കാം. ടൈം ആൻഡ് എസ്റ്റിമേറ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോ ഷോട്ടും സീനും എത്ര സമയം വേണം, എത്ര വേണ്ട എന്ന് തീരുമാനിക്കാനുള്ളൊരു ഔചിത്യബോധം ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവും. ക്യാമറ ആംഗിളിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവും, ഷോട്ടിൻ്റെ സൈസിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവും, ദൃശ്യചലനങ്ങളെക്കുറിച്ചൊരു ബോധം ഉണ്ടാവും. അതേപോലെ ആ കഥാസന്ദർഭം, കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധമില്ലാത്ത കഥാപാത്രങ്ങൾ, ഇവർക്കൊക്കെ എത്ര സമയം കൊടുത്തിട്ട് വേണം ഈ ഷോട്ട് ചെയ്യാൻ, ഇതിനെക്കുറിച്ചും കൂടി ഒരു ധാരണയുണ്ടാവും. ഈ ധാരണയ്ക്ക് വേണ്ടി ക്യാമറാമാനും ആർട്ട് ഡിസൈനറും സ്പെഷ്യൽ എഫക്റ്റുകാരും ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പലപ്പോഴും സംവിധായകരാണ് അത് ഡിസ്കസ് ചെയ്യാറുള്ളത്. ശബ്ദബദ്ധത്തിൻ്റെയും ലൈറ്റനിങ്ങിൻ്റെയും ഒക്കെ സമാന്തര യാത്ര ശരിക്കും പാരലൽ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പാരലൽ സ്ക്രിപ്റ്റാക്കി നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കണം. സ്ക്രിപ്റ്റ് ഷോട്ട് സീൻ കൂട്ടിച്ചേർക്കുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ സ്ഥാനം മാറ്റുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്നത് ഈ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിലാണ്. ചില സീൻ നമുക്ക് അപ്പോൾ വേണ്ടി വരില്ല, നമ്മൾ എഴുതിയപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടാവാം, അത് മാറ്റി വയ്ക്കണം. ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് വരുമ്പോൾ ഒന്ന് മാറ്റും, ശരിക്കും ഒരു എഡിറ്റിംഗ് നടക്കുകയാണ്. ചിലത് വേണ്ടെന്ന് വയ്ക്കാം, ചിലത് നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടി വരാം. അപ്പോൾ സ്ഥാനം മാറ്റാനോ കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ അതേപോലെ തന്നെ എത്ര സമയം കൊടുക്കണമെന്ന് തീരുമാനിക്കാനോ വേണ്ടെന്ന് വയ്ക്കാനോ ഒക്കെ ഈ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റാണ് നമ്മൾ അവലംബിക്കാറുള്ളത്, അല്ലെങ്കിൽ അത് നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. നമുക്കറിയാം ആ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വെച്ച് പ്രായോഗികമായിട്ടാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് ചെയ്തേക്കണേന്ന് തന്നെ ഇരിക്കട്ടെ. എപ്പോഴും ഇതിൻ്റെ ടോട്ടാലിറ്റി ഉണ്ട്. ഈ സമ്പൂർണ്ണാവസ്ഥയിലാണ് സ്ക്രിപ്റ്റ് പോകേണ്ടത് എങ്കിലും ഓരോ സീനിലും അതിൻ്റെ എപ്പോഴാണ് ആ സീൻ വന്നിട്ട് ഈ സമ്പൂർണ്ണ അവസ്ഥയിലേക്ക് മാറ്റേണ്ടത് എന്ന് നമ്മൾ തീർത്തും മനസ്സിലാക്കിയിരിക്കണം. നേരത്തെയുള്ള പൂർവ്വപര ബന്ധങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ എങ്ങനെയാണ് അനുസൃതമായി തിരക്കഥയ്ക്ക് അല്ലെങ്കിൽ തിരക്കഥയിൽ അനുസൃതമായിട്ട് ഈ ദൃശ്യങ്ങൾ എങ്ങനെയാണ് ചേർക്കേണ്ടത് എന്നുകൂടി ഈ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ വലിയൊരു വിഷയമാണ്. അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ബോധം വരുമ്പോൾ ഷോട്ടുകളെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. നമ്മൾ പറയാറുണ്ട്, ചലച്ചിത്ര നിർമ്മാണം എന്ന സർഗാത്മക നിർമ്മാണ പ്രക്രിയയിലെ രചനാഘട്ടമാണ് നമ്മൾ സ്ക്രിപ്റ്റായിട്ട് പറയുന്നത്. അതിൽ അവതരിപ്പിക്കുന്ന രീതിയാണ് സമീപ ദൃശ്യം. ചിലത് നമുക്കറിയാം, സീനിൽ
ആ ആളെ സമീപ ആക്കിയാണ് കാണിക്കുന്നത്. ഇതിന് ക്ലോസപ്പ് ഷോട്ട് എന്നാണ് പറയുക. അടയാളപ്പെടുത്തുന്നത് CS എന്ന് പറഞ്ഞാണ്. അതിൻ്റെ മാർജിനിൽ CS അത് ഞാൻ കാണിച്ചു തരാം. മാധ്യമ അത് ഹാഫായിട്ട് കാണിക്കും നമ്മളെ. കൂടുതലും ഇത് സീരിയലുകളിലാണ് ഉപയോഗിക്കാറുള്ളത്. മീഡിയം ഷോട്ട് എന്നാണ് അതിന് പറയുക. മിഡിലാണ് അതിന് ഉപയോഗിക്കുന്നത്. ലോങ് ഷോട്ട്, വിദൂര ദൃശ്യം. ഈ ദൃശ്യത്തെ പറ്റിയുള്ള ഒരു വിവരണം ഇത് ചിലത് നമ്മൾ ലോങ് ഷോട്ടിലാണ്. ഒരാൾ നടന്നു വരുന്നു, ഒരു വഴിക്ക് ദൂരേന്ന് ഇങ്ങനെ നടന്നു വന്ന് ക്ലോസ് ഇതിലേക്ക് വരും. അല്ലെങ്കിൽ റിയാക്ഷൻസ് ഉണ്ട്. ഒരാളോട് സംസാരിച്ചു, അതിൻ്റെ റിയാക്ഷൻ വരണം. റിയാക്ഷൻ കാണിക്കാൻ ക്ലോസിലാണ് എടുക്കുക പലപ്പോഴും. അത് ലോങ് ഷോട്ടിലല്ല എടുക്കുക, അത് ക്ലോസിലായിരിക്കും. ചിലത് രണ്ടുപേര് തമ്മിലുള്ളത് മിഡിലായിട്ടായിരിക്കും എടുക്കുക. ഇതിനെക്കുറിച്ച് നല്ല ശ്രദ്ധ വേണം. കഥാപാത്രങ്ങളുടെയും ക്യാമറയുടെയും ചലനങ്ങൾ, ലെൻസുകൾ, പ്രകാശ ക്രമീകരണങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂചനകളും ഇവിടെ ഉണ്ടാവും. ലൊക്കേഷൻ്റെയും ചിത്ര സന്നിവേശത്തിൻ്റെയും സാധ്യതകൾ കൂടി കണക്കിലെടുത്ത് സംവിധായകൻ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് പലപ്പോഴും സംവിധായകരാണ് തയ്യാറാക്കാറ്. ഇത് ഏതൊക്കെ വേണം, ഈ പ്രകാശ ക്രമീകരണങ്ങൾ എങ്ങനെ വേണം, എവിടെ നിന്നായിരിക്കണം സൂര്യപ്രകാശം അടിക്കേണ്ടത് അല്ലെങ്കിൽ പ്രകാശം വരേണ്ടത്, എവിടെ നിന്ന് എത്ര ഷാഡോ വേണം, എത്ര ഫ്രെയിം ഔട്ട് ആകുമ്പോഴേക്കും ഇയാൾ എങ്ങനെ വേണം, ഇതിനെക്കുറിച്ച് ധാരണ വേണം. ഏതായാലും സംവിധാനത്തെക്കുറിച്ച് നമ്മൾ എത്തുമ്പോഴേക്കും അതിനെക്കുറിച്ച് പഠിക്കാം. പക്ഷേ ഈ ക്ലോസിനെക്കുറിച്ചും മിഡിൽ ഷോട്ടിനെക്കുറിച്ചും അതേപോലെ തന്നെ ലോങ് ഷോട്ടിനെക്കുറിച്ചും ഒരു ധാരണ എഴുത്തുകാരനുണ്ടായാൽ വളരെ നല്ലതാണ്. പക്ഷേ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിൽ അത് ആവശ്യം, അത് തിരിക്കുന്ന അങ്ങനെയാണ്. ഓരോന്ന് ഒരു സ്ക്രിപ്റ്റ് എടുത്താൽ അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ പലപ്പോഴും എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റിൽ നമ്മൾ അടയാളപ്പെടുത്തും, വരയ്ക്കും. ക്ലോസ്, CL ഇത് ക്ലോസ് എടുക്കണം എന്നാണ്. അതിൽ MS മിഡിൽ ഷോട്ടാണ്. അതേപോലെ ലോങ് ഷോട്ട് LS എന്ന് പറഞ്ഞ് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടാണ് മറ്റേ ഇതിൻ്റെ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ശരിയാക്കുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റിൽ നിന്ന് പിന്നീട് വരുന്ന സംഭവമാണ് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ്. അത് സംവിധായകരായിരിക്കും പലരും. ചിലവർ ഷോട്ടിൽ നിന്ന് തന്നെ സംഭവങ്ങൾ തീരുമാനിക്കാറുണ്ട്, സീനിൽ നിന്ന് സംഭവങ്ങൾ തീരുമാനിക്കാറുണ്ട്. ചിലവർ ഇതേപോലെ തന്നെ നേരിട്ട് തിരക്കഥ രചിക്കുന്നവരുണ്ട്. അല്ലാത്തവർ പൂർണ്ണ തിരക്കഥയിൽ നിന്ന് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നവരുണ്ട്. തിരക്കഥ മുഴുവനുമായിട്ട് വേണ്ടെന്ന് വയ്ക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോ വ്യക്തികളുടെയും ശൈലിയാണ്, രീതിയാണ്, വ്യക്തിപരമായ കാര്യമാണ്. പൊതുവേ ഇതാണ് നമ്മൾ പറയുക. അപ്പോൾ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എന്നത് സ്ക്രിപ്റ്റിന് ശേഷം വരുന്നതാണ്. ഇനി ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിലേക്ക് എത്തുന്നത് വരെയുള്ള സ്ക്രിപ്റ്റുകളെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഇനി ഏതെങ്കിലും സ്ക്രിപ്റ്റ്, നിർമ്മാല്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ക്രിപ്റ്റോ, നമ്മൾ നിർമ്മാല്യമാണ് കുറച്ച് ഫോളോ ചെയ്തത്, നോക്കിയിട്ട് ഏതൊക്കെയായിരുന്നു ക്ലോസ് വന്നിരുന്നത്, ഏതൊക്കെയായിരുന്നു ലോങ് വന്നിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ ക്ലോസ് ആക്കാം, ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ലോങ് ഷോട്ട് ആക്കാം, ഏതൊക്കെ മിഡിൽ ഷോട്ടാക്കി എടുക്കാം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും തിരക്കഥ എങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നും നമ്മൾ ഇത്രന്ന് ദിവസങ്ങളിൽ പറഞ്ഞ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെ ഇതിലെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നതെന്നും അതിൻ്റെ സാങ്കേതികത ഈ സ്ക്രിപ്റ്റിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അതാവാം. നന്ദി, നമസ്കാരം.